ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണ് 482 വിസ, അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും പിന്നെ അതിൻ്റെ കുറച്ച് ഡ്രോബാക്സുമാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്. ആദ്യം അപ്ഡേറ്റ്സ് പറയുന്നു, ഡ്രോബാക്സ് പറയുന്നു. അപ്ഡേറ്റ്സും ഡ്രോബാക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പം വീഡിയോ കാണുക. അപ്പം നമുക്കറിയാമല്ലോ 482 വിസ എന്ന് പറഞ്ഞൊരു ടെമ്പററി വിസയാണ്. അതൊരു ടെമ്പററി ഷോർട്ടേജ് സ്കിൽ വിസ എന്നായിരുന്നു ഇത്ര നാളും അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പം 7th ഡിസംബർ തൊട്ട് അതിനൊരു പുതിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളതിൻ്റെ ഇമിഗ്രേഷൻ അക്കൗണ്ടിൽ, അതായത് ഓസ്ട്രേലിയൻ്റെ ഹോം അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ പോയി നമുക്ക് കാണാൻ പറ്റും. 7th ഡിസംബർ തൊട്ട് കുറേ ചേഞ്ചസ് അത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണെന്നും അപ്പോൾ നമ്മൾ ഈ 482 വിസയിൽ വന്നാലുള്ള ഡ്രോബാക്സും കൂടെ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പം മുന്നേ അറിയപ്പെട്ടിരുന്നത് ടെമ്പററി ഷോർട്ടേജ് സ്കിൽ വിസ എന്നായിരുന്നു. അപ്പോൾ ഈ 7th ഡിസംബർ തൊട്ട് ഇപ്പോൾ പറയുന്നതാണ് സ്കിൽസ് ഇൻ ഡിമാൻഡ്. അത് നമ്മുടെ കോർ സ്കിൽസ് അനുസരിച്ചും കുറച്ച് സാലറി അനുസരിച്ചും 3ആയിട്ടാണ് ഇപ്പോൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം മുന്നേ നമുക്ക് 2 ഇയർ എക്സ്പീരിയൻസ് ആയിരുന്നു 482 വിസയ്ക്ക് കമ്പൽസറി ആയിട്ട് വേണ്ടത്. പക്ഷേ ഇപ്പം നമുക്ക് 12 മന്ത്സ് എക്സ്പീരിയൻസ് മതി. അതായത് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊരു എംപ്ലോയർ നോമിനേറ്റഡ് വിസ ആയതുകൊണ്ട് നമ്മൾ ഒരു എംപ്ലോയർ നോമിനേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ നാട്ടിലെ പലർക്കും അറിയത്തില്ല. നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന നഴ്സസിനും അതായത് ഡോക്ടേഴ്സും മെഡിക്കൽ ഫീൽഡിലും ആണ് ഇങ്ങോട്ട് വരാൻ പറ്റത്തോളെന്ന്. പക്ഷേ അവർ റീസെൻ്റ് ആയിട്ട് ഒത്തിരി ചേഞ്ചസ് അതിനകത്തുണ്ട്. അപ്പോൾ ഒരു 456 ജോബ്സ് തന്നെ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ ജോബ്സൊക്കെ ഒത്തിരി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മളൊരു എംപ്ലോയറെ ഫൈൻഡ് ചെയ്യുക, അപ്പോൾ നമ്മുടെ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കും മിക്കവർക്കൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റും. നമ്മൾ അതിനകത്ത് എലിജിബിൾ ആണെങ്കിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും അതിനകത്ത്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് നോക്കിയാൽ, ഒരു സ്പോൺസർ നമുക്ക് വേണം, ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു സ്പോൺസർ വേണം. പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു റൈറ്റ് സ്കിൽസ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ നഴ്സസിന് മാത്രമല്ല വരാൻ പറ്റുന്നത്, പല ജോബ്സിനുള്ളവർക്കും വരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഹോം അഫയേഴ്സിൻ്റെ അതിൽ പോയിട്ട് ടെമ്പററി സ്കിൽ വിസ എന്ന്, അതായത് മാറ്റിയിട്ടുള്ള സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ, അതിൽ നോക്കുവാണെങ്കിൽ അതിനകത്ത് കുറേ ഒക്യുപ്പേഷൻ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് അപ്ഡേറ്റഡ് എന്ന് പോയി നോക്കാം എല്ലാവർക്കും. ഈ 482 എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാത്വേ ആണ്, നമ്മുടെ പി ആറിലായിട്ടുള്ളൊരു പാത്വേ ആണ് 482 വിസ. അപ്പോൾ 482 വിസ വന്നാലും കുഴപ്പമില്ല, 2 വർഷം കഴിഞ്ഞിട്ട് എംപ്ലോയർ നമുക്ക് പി ആറിന് സഹായിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് 189 അല്ലെങ്കിൽ നമുക്ക് ആ വിസയ്ക്ക് സ്വന്തമായിട്ടുള്ള പി ആറിന് വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാവുന്നതുമാണ്. പിന്നെ വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ്സ്. ഇതിന് IELTS 5 സ്കോർ ആണെങ്കിലും മതി. 5 സ്കോറാണ് അവർ ബേസിക്കായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ഓൾറെഡി നിങ്ങൾ ബിഫോർ 7th ഡിസംബർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പഴയ റൂൾ അനുസരിച്ചായിരിക്കും പോകുന്നത്. പക്ഷേ എംപ്ലോയർ നമുക്ക് വേണ്ടിയിട്ട് ലോഡ് ചെയ്തു, പക്ഷേ നമ്മൾ ഇതുവരെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രോസസ്സിലായിരിക്കും പോകുന്നത്. ഈ 482 ഡ്രോബാക്സ് മാത്രമല്ല, അതിനൊക്കെ ഒരു പോസിറ്റീവ് സൈഡും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പോസിറ്റീവ് സൈഡ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ 482 വിസയുടെ. അപ്പം ഇപ്പോൾ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തതിനകത്ത് പോസിറ്റീവായിട്ട് പറയാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര നാളോ ഒരു അപ്രൂവ്ഡ് എംപ്ലോയറോട് വർക്ക് ചെയ്തത് അത്രയും ഡേയ്സ് പി ആറിന് വേണ്ടിയിട്ട് അതും കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നേ കൗണ്ട് ചെയ്യുന്നില്ലായിരിക്കും. പി ആറിന് വേണ്ടിയിട്ട് അത്രയും ഡേയ്സ് നമ്മൾ ആ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്ത ടൈം മുന്നേ കൂട്ടുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ഇപ്പോഴതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അവർക്ക് സെൽഫ് നോമിനേറ്റഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിസ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് 4 ഇയർ സ്റ്റേ ആണുള്ളത്. നമ്മുടെ എംപ്ലോയർ നമുക്ക് പിന്നെ അത് റിന്യൂ ചെയ്ത് വരുവാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു അത് 2 ഇയർ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് 4 ഇയർ വർക്ക് ചെയ്യാവുന്നതാണ്. ടെമ്പററി ആയിട്ട് വന്നിട്ട് 4 ഇയർ വർക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിച്ച് പോവാം. പിന്നെ ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 21 ഡേയ്സ് തൊട്ട് 5 months to 8 months ആണുള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസയിൽ വന്നിട്ട് നമുക്കിപ്പോൾ ഒരു എംപ്ലോയർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അപ്പം 180 ഡേയ്സ് ടൈമിനുള്ളിൽ നമുക്ക് വേറൊരു എംപ്ലോയറെ ഫൈൻഡ് ചെയ്തിട്ട് മാറാവുന്നതാണ്. അപ്പം ഈ ഒരു വിസയിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മെയിനായിട്ട് നഴ്സസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് സൈഡിൽ എന്തെങ്കിലും ഒരു എറർ ഉണ്ടാക്കി, അതൊരു സീരിയസ് എറർ, ഒരു എക്സാമ്പിൾ ഒരു മെഡിക്കേഷൻ എററോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു എറർ വരുവാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഈ ടെമ്പററി വിസയിൽ വന്നതുകൊണ്ട് അത് നമ്മളെ ബാധിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മേ ബി നമ്മുടെ ലൈസൻസ് ഇവിടെ ക്യാൻസൽ ചെയ്യാനുള്ള ഇതുണ്ട്. നമുക്ക് ഒരു പി ആറിനൊന്നും അപ്ലൈ ചെയ്യാൻ അതൊന്നും എംപ്ലോയർ സപ്പോർട്ട് ചെയ്തില്ല, പിന്നെ ഒന്നും നടക്കത്തില്ല, തിരിച്ചു പോകേണ്ടി വരും. ഇതൊരു ടെമ്പററി
വിസ ഇല്ല. അപ്പോൾ നമ്മുടെ അഫ്രയൊക്കെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു ഫ്യൂച്ചർ ഇവിടെ ഉണ്ടായിരിക്കത്തില്ല. നേരെ മറിച്ച് നമ്മളൊരു PR വിസയിലാണ് വന്നെങ്കിൽ ഈ ജോബ് പോവുകയാണെങ്കിൽ നമുക്ക് 186 വിസയിലാണ് വന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ വേറൊരു ജോബ് ചെയ്ത് വേണമെങ്കിലും ജീവിക്കാൻ പറ്റും. 186 ആയാലും ഓൺ വിസ എടുത്ത് വന്നാലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ജോലി ചെയ്താലും നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ UK-ന്നോ ഇപ്പോൾ റീസെൻ്റ്ലി എല്ലാവരും UK-ന്നാണല്ലോ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പം UK-ന്നൊക്കെ മൂവ് ചെയ്യുവാണെങ്കിൽ ബെറ്റർ അവിടെ നിന്ന് PR-ഓ സിറ്റിസൺഷിപ്പോ ഒക്കെ ഉണ്ടെങ്കിലാണ് ഈ 482 ചൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു കുറച്ചുകൂടെ ബെറ്റർ അഭിപ്രായം. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് അങ്ങോട്ട് വേണേലും പോവാം, ജോലി എടുക്കാം, തിരിച്ച് നമ്മുടെ UK-ലോട്ട് തന്നെ തിരിച്ച് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ 186-ലോ അല്ലെങ്കിൽ PR വിസയിലോ ഇവിടെ വരുന്നതായിരിക്കും നല്ലത്. അതെ. അപ്പോൾ ഇപ്പോൾ വന്ന പുതിയ ചേഞ്ച് ഏറ്റവും അധികം ആർക്കാണ് നല്ലതെന്നറിയാമോ? അപ്പം പുതുതായിട്ട് പഠിച്ചിറങ്ങിയവർക്ക്, അതായത് ഇന്റർനാഷണൽ ആയിട്ടുള്ളവർക്ക് 1 year എക്സ്പീരിയൻസിൽ ഇതിനകത്ത് വരാൻ പറ്റും. വർക്കിംഗ് അവർ ഒന്നും ആവശ്യമില്ല അവർക്ക്, അല്ലേ? 1 year എക്സ്പീരിയൻസ് മതി. അല്ലെങ്കിൽ ലാസ്റ്റ് 5 years നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് എടുത്താൽ മതി. കാഷ്വലായിട്ടാണോ നമ്മൾ പാർട്ട് ടൈം ആയിട്ടോ വർക്ക് ചെയ്തിരുന്നെങ്കിലും ഇത്രയും അവേഴ്സ് മതി നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് 12 months എക്സ്പീരിയൻസ് മതി അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 482 വിസ എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് ഇല്ല, വരാൻ പറ്റും. പക്ഷെ പിന്നീട് ഒരു കാര്യം വരുന്നത് PR അപ്ലൈ, നമ്മൾ പെർമനന്റ് റെസിഡൻസി അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും അപ്ലൈ ചെയ്യുമ്പോൾ 45 years താഴെ ആയിരിക്കണം. പക്ഷേ നമ്മൾ കുറച്ച് നാൾ വന്ന് ഷോർട്ട് ടൈം ആയിട്ട് വർക്കായിട്ട് പോകുന്നവർക്ക് ഇത് കൊള്ളായിരിക്കും. പിന്നെ അടുത്ത ഡ്രോബാക്ക് എന്ന് പറയുകയാണെങ്കിൽ മെഡിക്കൽ പരമായിട്ടുള്ളതാണ്, ഇല്ലയോ? ഇപ്പം നമുക്ക് മെഡിക്കെയർ ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത് PR ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെഡിക്കെയർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോഴേ ഉള്ളൂ ഇവിടുത്തെ മെഡിക്കലായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് ലഭ്യമാകത്തുള്ളൂ. അതായത് നമുക്ക് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കും നമ്മുടെ ഫാമിലിക്കും. പിന്നെ റൂറലിലാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് റൂറൽ സ്കൂൾസിലെ ഗവൺമെൻറ് സ്കൂൾസിലും 482 വിസയിൽ ടെമ്പററി ആയിട്ട് വരുന്നവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. അതായത് എല്ലായിടത്തും ഇല്ല, ന്യൂ സൗത്ത് വെയിൽസിലെ മിക്ക റൂറൽ സൈഡിലും ഇപ്പം റീസെൻ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ സിറ്റി സൈഡ് പോവുകയാണെങ്കിൽ 482 വരുമ്പോൾ നമ്മൾ ഗവൺമെൻറ് സ്കൂളിലാണ് കൂടുതൽ പൈസ കമ്പയറിംഗ് ടു പ്രൈവറ്റ് സ്കൂൾസ്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്ലിയർ ആയിട്ടൊരു ഇത് തരാൻ വേണ്ടിയാണ് ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ള എലിജിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത് 482 വിസയുടെ. അപ്പം അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് ഇതിനകത്ത് ഏജ് റിക്വയർമെന്റ് ഇല്ല. അപ്പം ഇതിന് ഓൾറെഡി നമ്മൾ വേറെ ഏതൊരു വിസ പ്രോസസ്സിലാണെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്കൊരു അപ്രൂവ്ഡ് സ്പോൺസർ വേണം. നമ്മൾ ആ ഒരു നോമിനേറ്റഡ് സ്പോൺസറിൻ്റെ അണ്ടറിലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും എക്സംഷൻസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കറൻ്റ്ലി നമ്മൾ ഏത് എംപ്ലോയറാണോ കൊണ്ടുവരുന്നത് അവരെ അണ്ടറിലേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം അതർവൈസ് നമ്മളിപ്പോൾ ഒരു എംപ്ലോയർ കൊണ്ടുവന്നിട്ട് അവർക്ക് ഒരു ഇൻ്റർനാഷണൽ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവരുടെ തന്നെ ബ്രാഞ്ചസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ അതിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും. പിന്നെ നമുക്കൊരു പോസിറ്റീവ് സ്കിൽ അസസ്മെൻറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ 1 year എക്സ്പീരിയൻസ്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ്. പിന്നെ നമുക്ക് നമ്മുടെ മെഡിക്കൽ ചെയ്തിട്ട് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മെഡിക്കൽ ആയിരിക്കണം. നമുക്കങ്ങനെ ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടായിരിക്കാൻ പാടില്ല. ക്യാരക്ടർ റിക്വയർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് ക്ലിയറൻസ് ലാസ്റ്റ് 10 years നമ്മൾ ഏതൊക്കെ കൺട്രീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് IELTS അവർ ചോദിക്കുന്ന മിനിമം സ്കോർ 5 ഈച്ച് മൊഡ്യൂളാണ്. പിന്നെ പ്രീവിയസ് ആയിട്ട് ഏതെങ്കിലും വിസ അപ്ലൈ ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഏതെങ്കിലും രീതിയിൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ അങ്ങനെ ഡബ്സോ എന്തെങ്കിലും ഉള്ളവരായിട്ടുണ്ടെങ്കിൽ ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞ സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ അവർ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കോർ സ്കിൽ സ്ട്രീം, സ്പെഷ്യലൈസ് സ്കിൽ സ്ട്രീം, ലേബർ അഗ്രിമെൻറ്റ് സ്ട്രീം ആൻഡ് സബ്സിക്വൻറ്റ് എൻട്രൻറ്റ്. സബ്സിക്വൻറ്റ് എൻട്രൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ തന്നെ ഫാമിലി മെമ്പേഴ്സാണ് 482 വിസയിൽ വരുന്ന നമ്മുടെ തന്നെ ഫാമിലി മെമ്പേഴ്സ് അവർ റിന്യൂ ചെയ്യാനോ അവർ തന്നെ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഇതാണ് സബ്സിക്വൻറ്റ് എൻട്രൻറ്റ് വിസ. ഈ കോർ സ്കിൽ സ്ട്രീം, സബ്സിക്വൻറ്റ് സ്കിൽ സ്ട്രീം, ലേബർ അഗ്രിമെൻറ്റ് സ്ട്രീം അവർ ഒരു സാലറിയുടെ ബേസിസിൽ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് മോർ ദാൻ $135,000 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആ ലെവലിൽ വരുന്ന ജോബ് കാറ്റഗറിയും, രണ്ടാമത്തെ ജോബ് എന്ന് പറയുന്നത് $73,150 ഓസ്ട്രേലിയൻ ഡോളർ ടു $135,000 ഓസ്ട്രേലിയൻ ഡോളർ ആ സ്ട്രീമും, മൂന്നാമത് പറയുന്നത് ലെസ് ദാൻ $73,150 ഈ ഒരു ഓസ്ട്രേലിയൻ ഡോളർ
ആണ് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് കോഴ്സ് സ്കിൽ ഒക്യുപ്പേഷൻ ലിസ്റ്റാണ് രണ്ടാമത്തേതായിട്ട് പറയുന്നത്. അതിനകത്താണ് മിനിമം സാലറി 73,150 വേണ്ടത്. അപ്പം ഇതിനകത്ത് അവരൊരു 456 ജോബോളം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ജോബിലാണ് നമ്മുടെ നഴ്സസിൻ്റെ സാലറിയൊക്കെ നഴ്സസിൻ്റെ എന്താ പറയുക ജോബ് ഒക്യുപ്പേഷൻ ലിസ്റ്റൊക്കെ വരുന്നത്. അപ്പം നമ്മൾ CSOL അണ്ടറിലാണ് നമ്മൾ വരുന്നത്. അപ്പം ഈ ഒരു 3 ടൈപ്പ് നേരത്തെ പറഞ്ഞ പോലെ 3 അല്ല 4 ടൈപ്പ് വിസയ്ക്കും ഒരേ റേറ്റാണ് വരുന്നത്. അതായത് ഒരു 3,115 ഓസ്ട്രേലിയൻ ഡോളറാണ് വരുന്നത്. അപ്പം നിങ്ങളൊരു സ്കിൽഡ് ജോബ് ഓൾറെഡി ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മാര രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അപ്രൂവ്ഡ് ഏജൻറ്റിനെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങൾക്കൊരു വാല്യുബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തരും. അപ്പോൾ നിങ്ങൾ ഏതൊരു ജോബ് ആണെങ്കിലും നിങ്ങളുടെ ഒക്യുപ്പേഷൻ അവരുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒക്യുപ്പേഷൻ ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് സ്കിൽ അസസ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഈസി ആയിട്ട് വരാൻ പറ്റും. അതിപ്പോൾ ഒരു ടെമ്പററി ആയിട്ടാണെങ്കിൽ നിങ്ങൾ ടെമ്പററി ആയിട്ട് വന്ന് പിന്നീട് അത് PR-ലേക്ക് പോകുന്നതും ഒരു ശരിയായ കാര്യമായിരിക്കും. പിന്നെ ഈ വിസയിൽ നമുക്ക് ഡൗട്ട് കാണും, നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലി പേരൻസിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പേരൻസിനെ കൊണ്ടുവരാൻ പറ്റും. മറ്റേത് വിസയ്ക്ക് പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ പേരൻസിനെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഡിപ്പെൻഡ് എന്തെങ്കിലും ടൈം ലിമിറ്റേഷൻ അല്ല വർക്ക് ചെയ്യുന്നതിന് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ എന്ന് ഒരു ചോദ്യമുണ്ട്. അതുമില്ല, പെർഫെക്റ്റ്. നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാം, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോലി ചെയ്യാം. അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻസും നിങ്ങൾക്കില്ല. പിന്നെ സ്റ്റഡി ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡിപ്പെൻഡ് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് വേറെ ഫർദർ ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വേറെ എവിടെയും ട്രാവലൊക്കെ ചെയ്യണമെങ്കിലോ ഔട്ട്സൈഡ് ഓസ്ട്രേലിയ ചെയ്യുന്നതിനോ പോയി വരാൻ പറ്റും. അതിനൊന്നും ഒരു ഇതുമില്ല. നിങ്ങൾ എത്ര നാളാണ് ഇതിൻ്റെ വാലിഡിറ്റി, അത്രയും നാളും നിങ്ങൾക്ക് പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് ഈ 482 വിസ എന്ന് പറയുന്നത് നമുക്ക് PR-ന് വേണ്ടിയുള്ള ഒരു പാത്വയാണ്. അപ്പം ഇപ്പോൾ PR കിട്ടാതെ വരുന്നവർ ഇത് എടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. കുറച്ചൊരു ഒരു ഷോർട്ട് ടൈമിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്നതിൻ്റെ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് പോകണം ഒരു എംപ്ലോയറിൻ്റെ ഒരു. പക്ഷെ എനിക്ക് സ്റ്റിൽ തോന്നുന്നു 45 ഇയേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് PR എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതൊരിക്കലും നിങ്ങൾ അത്രയും വെയിറ്റ് ചെയ്യല്ലോ. 45 ഇയേഴ്സ് PR-ന് അത് എടുക്കുമ്പം ഈ പറഞ്ഞതിൻ്റെ തൊട്ട് പ്രയാസം ഉണ്ടായിരിക്കും. അന്നേരം ഏജ് ലിമിറ്റ് പ്രധാന ഘടകം മാത്രമാണ്. ഈ 482-ൽ 45+ ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ PR എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പേ നിങ്ങൾ വരിക, ഈ പറയുന്നതിൻ്റെ എംപ്ലോയറിൻ്റെ കൂടെ നിന്നിട്ട് നിങ്ങൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ എംപ്ലോയർ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഇതായിരുന്നു മെയിനായിട്ട് 482 വിസയെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെപ്പറ്റി? അപ്പം ഒരു ന്യൂ ചേഞ്ചസും എന്തൊക്കെയാണ് 482 വിസയെന്നുമാണ് നമ്മൾ ഇന്ന് ചെയ്ത വീഡിയോ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു മാര ഏജൻ്റ് ഒന്നുമല്ല. ഞങ്ങൾ ഏജൻസിക്ക് വേണ്ടിയിട്ടോ നമ്മളൊരു എന്താ പറയുന്നത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരോ അല്ല. നമ്മൾ നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങളൊരു മാര രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാളോട് അഡ്വൈസ് ചോദിക്കുക. എനിക്ക് തോന്നുന്നു അവരധികം പൈസയോ അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഓസ്ട്രേലിയയിൽ വന്ന് വർക്ക് ചെയ്യാനായിട്ടും. പിന്നീട് നിങ്ങളുടെ സ്കിൽ അസസ്മെൻറ്റ് നല്ലതാണെങ്കിൽ നിങ്ങൾ അത് PR കിട്ടാനായിട്ടുള്ളൊരു നല്ലൊരു അവസരമാണ് ഈ വിസ. അപ്പം നമ്മളീ പറഞ്ഞതുപോലെ ഞങ്ങൾ പറഞ്ഞല്ലോ നമ്മളൊരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പം യൂസ്ഫുൾ ആകും എന്ന് വിചാരിച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. എന്താ പറയുക, നിങ്ങളുടെ കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഓസ്ട്രേലിയൻ ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ജോബ് ലിസ്റ്റ് അവർ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു എന്താ പറയുന്നത് ഹൈ സാലറി കിട്ടുന്ന ജോബ്സ് മാത്രമല്ല ഓസ്ട്രേലിയയിൽ വരാൻ പറ്റുന്ന കുറേ ജോബ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ. അപ്പം നിങ്ങളും നമുക്ക് നാട്ടിലുള്ളവർക്ക് അധികം അറിയത്തില്ല. നമുക്ക് എന്താ പറയുന്നത് ഡൗട്ട് കാണും, എന്തൊക്കെയാണ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെ 482 വിസ നല്ലതാണോ, അതിനെക്കുറിച്ചുള്ള ഡൗട്ടുകൾ കാണും. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു വീഡിയോ മാത്രമാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ചെറിയ ഇൻഫർമേഷനായിട്ട് ഞങ്ങൾ ഇനിയും വരും. താങ്ക് യു സോ മച്ച്. ബൈ.